എല്ലാ വർഷവും നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ഒരു യാത്രയാണ് കൻവാർ യാത്ര. ഈ ഗംഗാജലം ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന യാത്ര. വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് ഈ യാത്ര നടത്തുന്നത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വിവിധ ഗ്രൂപ്പുകൾ ആ സംസ്ഥാനത്തുടനീളം ദില്ലിയിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ കൻവാർ യാത്രകൾ വലിയ കലാപങ്ങളും സംഘർഷങ്ങളുമായും മാറാറുണ്ട്. കാരണം ഈ യാത്ര നടക്കുന്നവർക്ക് നേരെ മോശമായ മലിനജലം ഒഴിക്കുക, കല്ലെറിയുക, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡിനകത്ത് നോൺ വെജ് കലർത്തി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സംഘർഷം. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും ഒപ്പം ഈ വ്യാജ പേരുകൾ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു തിരിച്ചടി എന്ന വണ്ണം ഒരു പുതിയ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നു. ജൂലൈ 22-ന് കൻവാർ യാത്ര നടക്കുന്നു. അതിന് മുമ്പ് തന്നെ വഴിയോരത്തുള്ള എല്ലാ ഹോട്ടലുകളും എല്ലാ കടകളും അതുപോലെ തന്നെ തള്ളുവണ്ടിയിൽ കച്ചവടം നടത്തുന്നവർ ഉൾപ്പെടെ ഉടമസ്ഥൻ്റെ പേര്, കടയുടെ പേര് എന്നിവ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ID പ്രൂഫ് അതാത് സ്ഥലത്തെ ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് നൽകുകയും വേണം. ഇത് വളരെ മികച്ച ഒരു നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. കാരണം ഈ പലപ്പോഴും ഇത്തരത്തിൽ പൊട്ടിമുളയ്ക്കുന്ന കടകളും മറ്റും കേന്ദ്രീകരിച്ചാണ് ഒരു വർഗീയ കലാപത്തിനൊക്കെ നീക്കം നടക്കുന്നത്. കാരണം ഈ കൻവാർ യാത്ര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ മാത്രം കടന്നു പോകുന്ന ഒരു യാത്രയാണെങ്കിൽ കൂടി വിവിധ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരുണ്ട്. ഒരുപക്ഷെ ഈ ഭക്ഷണത്തെ ചൊല്ലിയോ ഇല്ലെ ഭക്ഷണത്തിൽ മലിനജലം കലർത്തുന്നതിനെ പറ്റി, ഇല്ല മാംസം എറിയുന്ന, അങ്ങനെ ഒരുപാട് രീതിയിലൊക്കെയാണ് ഈ കലാപം പോകുന്നത്. അത് നിർത്തലാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുകയുണ്ടായി, വ്യാജ പേരുകൾ ഇനി അനുവദിക്കില്ല, സ്വന്തം പേര് കടയുടെ മുമ്പിൽ എഴുതി വെക്കണം, കടയ്ക്ക് എന്ത് പേരും നൽകാം, പക്ഷേ ഉടമസ്ഥൻ്റെ പേര് അതിൽ പ്രദർശിപ്പിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ ഉത്തരവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഉടമസ്ഥൻ്റെ പേരുൾപ്പെടെ അതിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് ആ കടയിൽ കയറാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കടയിൽ നിന്നാണോ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ആ കടക്കാരനെ ടാർഗറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇതിനെതിരെ അസുദ്ദീൻ ഓവൈസി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് യോഗി സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇത് കച്ചവടത്തിന് എതിരല്ല, ആർക്കും ഏത് കടയിൽ നിന്നും സാധനം വാങ്ങാൻ കഴിയും. പക്ഷേ കച്ചവടം നടത്തുന്ന ആളുടെ ഉടമസ്ഥൻ്റെ പേര് പ്രദർശിപ്പിക്കുക തന്നെ വേണം. അത് പേപ്പറിലാകാം, ഇല്ലെങ്കിൽ ബോർഡ് വെക്കാം, ഏത് തരത്തിലായാലും പ്രദർശിപ്പിക്കുക തന്നെ വേണമെന്ന് യോഗി ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.